Happy birthday to dear. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ ആദ്യം കണ്ട പോലെ ഇന്ന് നമ്മുടെ നന്ദുക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളീ പോകുന്നത് അന്ന് അവൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു. ഫ്രൈഡേ പോയതായിരുന്നു, സാറ്റർഡേ ആയിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ സാറ്റർഡേ നൈറ്റിലേക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ദേ നമ്മളവിടെ എത്തി ദേ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കേക്ക് കണ്ടില്ലേ, നമ്മുടെ നന്ദൂട്ടനുണ്ടല്ലോ ഒരു ബിഗ് റൊണാൾഡോ ഫാനാണ്, പോർച്ചുഗൽ ഫാനാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആ ഒരു തീമിലാണ് കേട്ടോ കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ ശരിക്കും സർപ്രൈസ്ഡായി. ജസ്റ്റ് കേക്കാണെന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ളൊരു കേക്കാവെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ മാമൻ്റെ വകയായിരുന്നു കേട്ടോ ആ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. ശരിക്കും അവൻ സർപ്രൈസ്ഡ് തന്നെയായി. ഇനി അപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to dear. ദേ കണ്ടില്ലേ, നമ്മുടെ നന്ദുട്ടൻ കേക്ക് കട്ട് ചെയ്ത് അവൻ തന്നെ കഴിച്ചു. അല്ല, അതങ്ങനെയല്ലേ വേണ്ടതല്ലേ. അതെല്ലാവരും പക്ഷേ എല്ലാവരും അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും കൊടുക്കുന്നൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അവൻ വേഗം കട്ട് ചെയ്ത് അവൻ തന്നെ കഴിച്ചു കേട്ടോ. അതാണ് എല്ലാവരും ചിരിക്കുന്നത്. അതേ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല കേക്കായിരുന്നു, പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആയിരുന്നു തോന്നുന്നുണ്ട്, അതായത് അതിൻ്റെ ഓർമ്മ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ നമ്മുടെ പിള്ളേരിൽ നമ്മുടെ ആദ്യക്കുട്ടനൊന്നും വലിയ താല്പര്യമില്ല. അതെ, അമ്മ കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവന് വലിയ താല്പര്യമില്ല, അവന് കേക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ താല്പര്യമുള്ള വേറൊരാളുണ്ട്, അത് വേറെ ആരല്ല, നമ്മുടെ ബാലക്കുട്ടിയാണ്. ബാലക്കുട്ടി ഇതേ ഇപ്പം തരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ ഇരിക്കണേ. പക്ഷേ ബാലമോൾക്ക് നമ്മൾ കേക്ക് അങ്ങനെ കൊടുത്തില്ല. അവൾക്ക് അതിൻ്റെ 2 ദിവസം മുന്നേ ചെറിയതായിട്ട് ഒരു പണി കിട്ടി. വേറൊന്നുമില്ല, ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ പുറമെ കുറച്ച് സ്വീറ്റ്സും എന്തോ മിഠായിയും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അതിൻ്റെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേക്ക് അങ്ങോട്ട് കഴിക്കാൻ നമ്മളധികം പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ കുട്ടിക്ക് വേണമെന്നുണ്ട്. അവളാണെങ്കിൽ ആ ക്രീം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെയാണോ കൂട്ടുകാരെ? ഈ ക്രീം മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര കുട്ടികളുണ്ട്? അത് കാരണം അവൾക്ക് കേക്ക് കുറച്ച് ശേഷം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ക്രീമില്ലാത്ത ഭാഗം നോക്കിയിട്ടൊക്കെ കൊടുത്തേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിണക്കത്തിലൊക്കെയാണ് അവൾക്ക് കഴിക്കാൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലും നമ്മളുടെ ഈ കേക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇതിപ്പോൾ പോർച്ചുഗലിൻ്റെ ആണല്ലോ. പക്ഷെ അവിടെയുള്ളത് പോർച്ചുഗൽ ഫാൻസ് മാത്രമല്ലല്ലോ, അർജൻറ്റീന ഫാൻസും ബ്രസീൽ ഫാൻസും ഒക്കെ ഉണ്ട്. കൂടുതലും അർജൻറ്റീന ഫാൻസാണ് അവിടെ ഉള്ളതിൽ കൂടുതലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഏതാ ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാം ഏത് ടീമിൻ്റെ ഫാൻസാണ് കൂടുതലെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ മാമനും അമ്മായിയും അമ്മൂമ്മയും മോനും ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ അമ്മൂമ്മാട്ടാ. പിന്നെ അമ്മായി മാമിയൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നതും ഒരു സർപ്രൈസ് ആയിരുന്നു. അവർ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാമൻ്റെ മോനാണ് അപ്പു. അവൻ ഒരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ, അതായത് കുറച്ച് ക്ലാരിറ്റി ഉള്ള നല്ല അടിപൊളി ഫോട്ടോസൊക്കെ അവൻ്റെ അടുത്ത് നിന്നായിരിക്കും ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ അവൻ എന്നോട് പറയായിരുന്നു ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ, ചേച്ചി ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യേ, വീഡിയോസ് 2-3 വീഡിയോസൊക്കെ ഇടാനാണ് അവൻ പറയണേ. പക്ഷേ നമുക്ക് ഈ ക്യാമറയും പിടിച്ച് നടക്കാൻ ചെറിയൊരു ചമ്മലുണ്ടടാ സ്റ്റാർട്ടിങ് ആയ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് സാരില്ലേ ചേച്ചി, ശരിയായിക്കോളും, ചേച്ചി ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ക്യാമറയൊക്കെ പിടിച്ച് എല്ലാവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താണ് എന്നുള്ളൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കൂടുതലും നമ്മൾ അങ്ങനെ എനിക്ക് കുറച്ച് വിഷമമാകുമ്പോൾ ഞാൻ നന്ദുവിൻ്റെ കൊടുക്കും. അപ്പോൾ അവനാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ അവനാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. പിള്ളേരും ചേട്ടന്മാരൊക്കെ മുന്നേ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാലുക്കുട്ടിക്ക് നമ്മൾ ബിരിയാണി അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്, ചോറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അറിയണ്ടായിരുന്നില്ല ബിരിയാണി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുക. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവളെന്നെ അവിടെ നിന്ന് മാറ്റി. നല്ല ഫുഡായിരുന്നു കേട്ടോ. കറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും റൈസൊക്കെ ചേട്ടൻ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കഴിച്ച്
ദേ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ വിച്ചുകുട്ടൻ്റെ കുറേയൊക്കെ ടോയ്സ് ഉണ്ട്. അപ്പോൾ അതിന്ന് ഈ തോക്ക് മാത്രം സെലക്ട് ചെയ്തത് വലിയൊരു കളക്ഷൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അതിന്ന് തോക്കൊക്കെ എടുത്തിട്ട് എല്ലാവരും വെടിവെക്കാൻ നടക്കുകയാണ് നമ്മുടെ ബാലക്കുട്ടി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പിള്ളേർ ദേ ബോട്ടിൽ ഫ്ലിപ്പ് കളിക്കുക. ഓടിക്കളിച്ച് എന്തെങ്കിലും ഇരുന്ന് കളിക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടെത്തിയതാണിത്. പിന്നെ ഇത് വലിയ ഉപദ്രവകാരി അല്ലാത്ത കാരണം നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഒരു കുപ്പിയും അതിൽ കുറച്ച് വെള്ളം മതിയല്ലോ, അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചോളും. അപ്പോൾ എല്ലാവരും മാറി മാറി ഇതേ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് ശരിയാവും. മറ്റേ ഉണ്ണി പറഞ്ഞ പോലെ ചിലവരുടേത് ശരിയാവും, ചിലവരുടേത് ശരിയാവില്ല. അതുപോലെ ചിലവർക്ക് കിട്ടി, ചിലവർക്ക് ശരിയായില്ല. അങ്ങനെ ദേ അവർ കുറേ അതൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ആ കളിയൊക്കെ കഴിഞ്ഞ് ദേ അടുത്ത കളിയിലേക്ക് കയറി. ക്യാരംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ക്യാരംസിൻ്റെ കോയിൻസൊക്കെ എടുത്ത് വെച്ച് ബാലമോള് അത് അടക്കി ഒതുക്കി വെക്കലും പറക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അവളുടേതായ കളികളിൽ അവിടെ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദേ എന്നാൽ പുറത്തേക്കൊന്ന് ഇറങ്ങാന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇരുന്ന് ഭയങ്കര ചർച്ചയിലാണ്. എന്നാൽ പിന്നെ എന്താ ആ ചർച്ച ചെയ്യണേന്ന് കേട്ടപ്പോഴല്ലേ മനസ്സിലായി. അവിടെയും വേൾഡ് കപ്പ് തന്നെ. അങ്ങനെ ദേ അകത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ ചേച്ചി നമ്മുടെ കൂടെ പോരുകയാണ്. അപ്പോൾ ദേ എല്ലാ വീടുകളിലും കാണുന്ന ആ സ്ഥിരം കാഴ്ച, മോള് പോകുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം നമ്മുടെ അമ്മമാരല്ലേ. നമ്മുടെ അമ്മമാരുള്ളപ്പോഴല്ലേ അല്ലേ നമുക്കങ്ങനെ തന്നേക്കുക. ഒരു സുഖമുള്ള കാഴ്ച തന്നെയാണല്ലേ അത് കാണാനായിട്ട്. അപ്പോൾ ചേച്ചിക്കും ദേ കുറേ സാധനങ്ങൾ അമ്മ കൊടുത്തേക്കുന്നുണ്ട്. അതിലെന്തൊക്കെയാണെന്നുള്ളത് ചേച്ചിക്ക് പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ. എല്ലാതും അമ്മ ആക്കി കൊടുക്കുകയാണ്. പിന്നെ ദേ പുറത്തേക്ക് വന്നപ്പോൾ അച്ചാച്ചനെ ദേ സ്പൈഡർമാൻ ആക്കിക്കാണ് നമ്മുടെ ഭദ്രക്കുട്ടി. അവിടെ ഇരിക്കണ്ടായിരുന്ന ഒരു സ്പൈഡർമാൻ്റെ മുഖംമൂടി എടുത്ത് അച്ചാച്ചനെ ഇട്ട് കൊടുത്ത് ദേ താളൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നോക്കിയിട്ടോ. രാത്രി കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.